ഹായ് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ കാണുന്ന ഒരുവിധം പേരൊക്കെ എങ്ങനെയെങ്കിലും യൂറോപ്പിൽ വരാൻ ആഗ്രഹിക്കുന്നവരാവും. യൂറോപ്പിൽ എങ്ങനെ വരും, എങ്ങനെ ഒരു എൻട്രി കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നവരാവും. അതിൽ പലർക്കും പല ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടായിരിക്കും. നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടായിരിക്കും, ലോ ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പലർക്കും ഇതെങ്ങനെ നമ്മളൊരു പ്രോസസ്സിങ് തുടങ്ങും, എങ്ങനെ ഒരു ഏജൻസീനെ സമീപിക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്തവരായിരിക്കും ചിലപ്പോൾ കാണുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. ഞാൻ എങ്ങനെ വന്നു, ഞാൻ എങ്ങനെയാണ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തത്, അതുപോലെ ഇപ്പം ഈ വീഡിയോ കാണുന്ന പലരും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ കുറച്ച് ലോങ് വീഡിയോ ആവും. മാക്സിമം നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ ഞാൻ കുറച്ച് സ്പീഡായിട്ട് ഈ വീഡിയോ പ്ലേ ചെയ്യാം. അപ്പോൾ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഈ വീഡിയോയിലെല്ലാം പറയുന്നുണ്ട്. എൻ്റെ അനുഭവങ്ങളും നിങ്ങളെന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഇവിടെ വരാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ വീഡിയോയിൽ ഒരു 2-3 സ്റ്റെപ്പായിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കങ്ങനെ ജോലി കിട്ടിയെന്നും അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ ജോലി കിട്ടും എന്നുള്ള കാര്യമാണ്. എനിക്കങ്ങനെ ജോലി കിട്ടിയെന്നുള്ളത് പറയാമെന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നതിൽ എത്ര പേർക്ക് 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവരും അതുപോലെ വെൽഡിങ് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നോർമൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയി പഠിക്കണ്ട, നാട്ടിൽ വെൽഡിങ് അറിയാവുന്നവരും 10ാം ക്ലാസ്സും പാസ്സായിട്ടുള്ളവരും ഈ വീഡിയോ കാണുന്നുണ്ടോ? അതിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്താം. ഞാൻ അതുപോലെ വന്നിട്ടുള്ളതാണ്. അതുപോലെ 10ാം ക്ലാസ് മാത്രം പാസ്സായിട്ട് കൂടുതൽ യോഗ്യത ഒന്നും ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളും ഇവിടെ അൺസ്കിൽഡ് വർക്കിന് വന്നിട്ടുള്ളവരുണ്ട്. ഡെലിവറി ജോബ്സിനൊക്കെ അവരെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ വരാൻ പറ്റുമോ അതാണ് പറഞ്ഞു വരുന്നത്. അതിൽ നമ്മുടെ യോഗ്യത ആദ്യം മനസ്സിലാക്കുക, നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കുക. അതുപോലെ ഇവിടേക്ക് വരാനുള്ള വഴികൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഇവിടെ 2-3 വഴി മുഖേനയാണ് നമുക്ക് വരാൻ പറ്റുക. അതായത് അൺസ്കിൽഡ് ജോലിക്ക് വരാം, അതുപോലെ സ്കിൽഡ് ലേബറായിട്ട് വരാം, അതുപോലെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വരാം, അതുപോലെ ജോബ് സീക്കിംഗ് വിസയ്ക്ക് വരാം. ഈ 2-3 ടൈപ്പ് വിസയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ശങ്കം വിസ, വിസിറ്റ് വിസ എടുത്ത് വരാം. അത് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ അറിവ്. അതൊരു കാര്യം. അപ്പോൾ ശങ്കം വിസ, വിസിറ്റ് വിസ ഒഴിവാക്കുക. സ്റ്റുഡൻറ്റ് വിസ, സ്കിൽഡ് ലേബർ വിസ, അല്ലെങ്കിൽ ജോബ് സീക്കിംഗ് വിസ. ഈ 2-3 വഴികൾ മുഖേന നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. പിന്നെ നിങ്ങൾ അടുത്തത് എന്തിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് ഇതിൽ ഏത് വിസ എടുത്തിട്ട് വരാൻ പറ്റുക. അത് നിങ്ങളിപ്പോൾ ആലോചിക്കുക, നിങ്ങൾക്ക് ഏത് വിസ എടുത്തിട്ട് അങ്ങോട്ട് വരാൻ പറ്റുക എന്നുള്ളത്. നിങ്ങൾ മിനിമം ഒരു 10ാം ക്ലാസ് യോഗ്യത മാത്രമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അൺസ്കിൽഡ് വർക്കിന് മാത്രമായിരിക്കും വരാൻ പറ്റുക. അതല്ല, ഒരു ഡിഗ്രി പഠിച്ച് പാസ്സായിട്ടുള്ള ആളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് വേണമെങ്കിൽ ഇവിടേക്ക് വരാൻ പറ്റും. അതല്ല, ഒരു സ്കിൽഡ് ലേബറാണ്, നിങ്ങൾക്ക് ഒരു വെൽഡിങ് അറിയാവുന്ന മനുഷ്യനോ അല്ലെങ്കിൽ ഒരു മെക്കാനിക്ക് അറിയാവുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിൽഡ് വർക്കിന് വരാം. ഇതൊന്നുമില്ല, നിങ്ങൾക്ക് ജോബ് സീക്കിംഗ് വിസയ്ക്കും വരാം. അതായത് നിങ്ങൾ ഒരു ഡിപ്ലോമ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങളൊരു കോഴ്സ് പഠിച്ച് പാസ്സായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജോലി സെർച്ച് ചെയ്യാനായിട്ടൊക്കെ നിങ്ങൾക്ക് വരാൻ പറ്റും. അങ്ങനെ ഒരു വിഷയം കിട്ടുന്നുണ്ട്, അത് കൊടുക്കുന്ന രാജ്യങ്ങളുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏതൊക്കെ മാർഗങ്ങൾ എന്നുള്ളത്. അൺസ്കിൽഡ്, സ്കിൽഡ് ലേബർ വിസ, സ്റ്റുഡൻറ്റ് വിസ, ജോബ് സീക്കിംഗ് വിസ. ഈ വിസകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിൽ ഏത് വിസയിലാണ് വരാൻ പറ്റുക എന്നുള്ളത് കണ്ടുപിടിക്കാം. ഇനി ഇതിൽ ഏത് വിസ വഴിയാണ് നിങ്ങൾ വരേണ്ടത് നിങ്ങൾ ആദ്യം തീരുമാനിച്ച് കഴിഞ്ഞാൽ, പിന്നെ അൺസ്കിൽഡ് വർക്കറാണോ അതോ സ്കിൽഡ് വർക്കറാണോ, സ്റ്റുഡൻ്റ് ആണെങ്കിലും ജോബ് സീക്കിംഗ് ആണെങ്കിലും, ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള രാജ്യം നിങ്ങൾ ചൂസ് ചെയ്യുക. അത് എക്സാമ്പിൾ പറയാൻ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അൺസ്കിൽഡ് വർക്ക് നിങ്ങൾ സെലക്ട് ചെയ്തു. അൺസ്കിൽഡ് വർക്കിന് വന്നിട്ടുള്ള ഒരുപാട് പേര് വന്നിട്ടുണ്ട് അൺസ്കിൽഡ് വർക്കിന്. അവർ വന്നിട്ടുള്ള രാജ്യങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. വലിയ ഹൈൻ്റെ രാജ്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. ഏതൊക്കെ ആളുകളെ എങ്ങനെയൊക്കെ അൺസ്കിൽഡ് വർക്കിന് എത്തിയിട്ടുള്ളത് ആ രാജ്യങ്ങൾ മാക്സിമം സെലക്ട് ചെയ്യുക. അതുപോലെ സ്റ്റുഡൻറ്റ് വിസ കിട്ടുന്ന രാജ്യങ്ങൾ, പൈസ കുറവിനും ഒക്കെ സ്റ്റുഡൻറ്റ് വിസയിൽ കിട്ടുന്ന രാജ്യങ്ങളുണ്ട്. അപ്പോൾ ആ രാജ്യം നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് ലാത്വിയ, ലിത്വാനിയയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള സ്റ്റുഡൻസ്. അതുപോലെ അൺസ്കിൽഡ് വർക്കിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൊയേഷ്യയിൽ നിന്നും ഹംഗറിയിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവരൊക്കെ കൂടുതൽ, റൊമാനിയ എന്നൊക്കെ. അപ്പോൾ അതുപോലെയുള്ള രാജ്യങ്ങൾ സെലക്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ജോബ് സീക്കിംഗ് വിസ ആണെന്നുണ്ടെങ്കിൽ ഓസ്ട്രിയയും അതുപോലെ ജർമ്മനിയൊക്കെ ജോബ് സീക്കിംഗ് വിസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്ന വിസ ഏതാ, അതിനുള്ള രാജ്യം നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് നിങ്ങളുടെ മനസ്സിൽ, അത് ഒരു കാര്യം അടുത്ത നെക്സ്റ്റ് ഞാൻ പറയാം. നിങ്ങളപ്പോൾ ആദ്യം ഏത് വിസയിലാണ് പോകേണ്ടതെന്നുള്ളത് തീരുമാനിച്ചതിന് ശേഷം അടുത്തത് എന്താ ചെയ്യേണ്ടതെന്നാണ്. ഇനി അടുത്തത് നമുക്ക് ഒരു അൺസ്കിൽഡ് ആണെങ്കിലും സ്കിൽഡ് ആണെങ്കിലും നമുക്കൊരു ജോലി കണ്ടുപിടിക്കണം.
നമുക്ക് അതിൻ്റെ പേപ്പർ വർക്ക്സ് മുന്നോട്ട് കൊണ്ടുപോകണം, വിസ കിട്ടണം. അതാണ് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് സൈറ്റ് ഉണ്ട്. സൈറ്റിൽ നമ്മൾ ജോലി കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അതിന് സമയമെടുക്കും. പൈസ ചിലവില്ലാണ്ട് നമുക്ക് സംഭവം കിട്ടും. അതിന് എന്നാ കിട്ടുക എപ്പോഴും കിട്ടുക നമുക്കൊരു ഇതില്ല. പിന്നെ ഏജൻസീസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഒരു ഏജൻസീനെ, നല്ല ഏജൻസീസിനെ കണ്ടുപിടിക്കണം. അതാണ് നെക്സ്റ്റ്. ഏജൻസീസിൽ കൊണ്ട് പൈസ കൊടുത്ത് ഒരുപാട് പേര് പൈസ കൊണ്ട് കളയുന്നുണ്ട്. അതുകൊണ്ട് ആരും ഏജൻസീസ് ഒന്നും സജസ്റ്റ് ചെയ്യില്ല. പിന്നെ നമുക്കുള്ള ഏക ഓപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസീസ് ഉണ്ട്. അതിൽ ആ ഏജൻസികൾ കണ്ടുപിടിച്ച് അതിൽ കൊടുക്കുക, നോർക്ക രജിസ്റ്റേർഡ് ഏജൻസീസ്. പിന്നെ ആ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസിയിൽ കൊടുക്കാന്ന് മാത്രമുള്ള നമുക്കുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ലൈസൻസ്ഡ് ഏജൻസീസ് കണ്ടുപിടിക്കണത് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോർക്ക രജിസ്റ്റേർഡ് ഏജൻസീസിന്ന് ക്രോമിൽ അടിച്ച് നോക്കി അതിൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയർസിൻ്റെ സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. ഞാൻ അത് എടുക്കാൻ അറിയാത്തവർക്ക് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി, അത് ഒഴിവിട്ട് പോയി കണ്ടാൽ മതി. അപ്പോൾ നിങ്ങളൊരു ഏജൻസീനെ കണ്ടുപിടിക്കുക. നമ്മുടെ എറണാകുളത്തും തൃശ്ശൂരൊക്കെ ഉള്ള നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് ഏജൻസീസ് ആ വെബ്സൈറ്റിലുണ്ട്. അത് ഒഴിവിട്ടുമ്പോൾ പോയി കണ്ട് അതിൽ ഓരോ ഏജൻസീസ് സെലക്ട് ചെയ്ത് അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഓൾറെഡി അവരോട് ചോദിക്കാൻ നിങ്ങൾ യൂറോപ്പിലേക്ക് ജോബ് വിസ ചെയ്യുന്നുണ്ടോ, സ്കിൽഡ് അങ്ങനത്തെ വിസ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കുക. കുറേ ഏജൻസീസ് ഉണ്ട്, അവരെ കോൺടാക്ട് ചെയ്യുക. അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസി സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് പോകാൻ പറ്റുന്ന ഏജൻസി നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ ഏജൻസി സെലക്ട് ചെയ്താലും നിങ്ങൾ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ തന്നെ കൊടുക്കുക. നിങ്ങൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളും അല്ലെങ്കിൽ എന്താ ഗ്യാരണ്ടി എന്നുള്ളതൊക്കെ അവരോട് തന്നെ നിങ്ങൾ ചോദിക്കേണ്ടി വരും. അതുപോലെ അവർ എത്ര പേരെ വർക്കിന് വിട്ടിട്ടുണ്ടെന്നും അവരൊരു ഹിസ്റ്ററി നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. കോൺടാക്ട് ചെയ്യാൻ പറ്റുമെന്നും, പോയിട്ടുള്ളവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമെന്നും, ഏതൊക്കെ തരത്തിലുള്ള വിസയ്ക്ക് പോയിട്ടില്ല എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അതൊരു കാര്യം. അപ്പോൾ നിങ്ങൾ ചെയ്ത പോലെ ഞാൻ എൻ്റെ SSLC സർട്ടിഫിക്കറ്റും എൻ്റെ വെൽഡിങ്ങിൻ്റെ ഇതും വെച്ചിട്ടാണ് ഞാനൊരു ഏജൻസീനെ സമീപിച്ചു. അപ്പോൾ അവരൊരു ഇൻ്റർവ്യൂ എനിക്ക് തന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഏജൻസീനെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ യോഗ്യത വെച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ആ ഇൻ്റർവ്യൂ ഇംഗ്ലീഷിലാണ് ഉണ്ടായിരിക്കുക. പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ആദ്യം ഒരു ഏജൻസീനെ സമീപിക്കുക. ആ പറഞ്ഞ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു ഏജൻസീനെ സമീപിച്ചതിന് ശേഷം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള ജോലി ഏതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരൊരു ഇൻ്റർവ്യൂ തരുമായിരിക്കും. എനിക്ക് കിട്ടിയത് ഞാൻ വെൽഡിങ്ങിൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ഇംഗ്ലീഷിലായിരുന്നു ഇൻ്റർവ്യൂ. അവരൊരു ഡേറ്റ് തന്നു. അതുപോലെ വാട്സപ്പിലോ സ്കൈപ്പിലോ ഇതിലാന്ന് എനിക്ക് ഓർമ്മയില്ല. അതിലൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കണം. പിന്നെ പോകുന്നവരെല്ലാം അത്യാവശ്യം ഇംഗ്ലീഷ് പഠിച്ചിരിക്കുക. ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷെങ്കിലും അറിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ അതിന് വേണ്ടി ആരും പൈസ ചിലവാക്കിയിട്ട് പഠിക്കണം എന്നുള്ളവർക്ക് പൈസ ചിലവാക്കിയിട്ട് പഠിക്കാം. ഞാൻ പഠിച്ചത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒഴിവ് സമയത്തൊക്കെ ഞാൻ ഹലോ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. അതിൽ കയറിയ പൈസ ഒന്നും വേണ്ട, ഞാൻ അതിലാണ് പഠിച്ചുകൊടുന്നത്. അതിൽ കയറി നമുക്ക് ചിലപ്പോൾ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ശേഷമുള്ള പാഠങ്ങൾ അതിൽ പഠിച്ചാലും മതി. അപ്പോൾ അതിനാകുമ്പോൾ കോയിനും കാര്യങ്ങളൊക്കെ കിട്ടി. അതിൽ പൈസ ഒന്നും വേണ്ട. ചിലപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ കണ്ട് അങ്ങനെയൊക്കെ അതിൽ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് പഠിക്കാം. പിന്നെ കഴിഞ്ഞത് വീണ്ടും എടുത്ത് റിവ്യൂ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ പൈസ ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ കയറി പഠിക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോ വെർഷനും ഉണ്ട്. അതിൽ തന്നെ പൈസ കൊടുത്താലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പം ഞാൻ അതിലാണ് പഠിച്ചത്. ഞാൻ അതിൽ നോക്കി പഠിച്ചു. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് ഇൻ്റർവ്യൂ പാസ്സായി. അപ്പോൾ ഇൻ്റർവ്യൂ പാസ്സായതിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ കിട്ടും കമ്പനിയുടെ. അതെല്ലാവർക്കും കിട്ടും. ഒരു മാസത്തിനുള്ളിൽ തന്നെ ഓഫർ ലെറ്റർ കിട്ടും. ഓഫർ ലെറ്റർ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഒരു കോൺട്രാക്റ്റ് ആ ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് കൊടുക്കണം. ആ ഓഫർ ലെറ്ററിൽ കമ്പനി നമുക്ക് തരുന്ന സാലറിയും കാര്യങ്ങളും കമ്പനിയുടെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. അത് നമ്മൾ സൈൻ ചെയ്ത് അയച്ചു കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 2-3 മാസത്തിനുള്ളിൽ നമുക്കൊരു വർക്ക് പെർമിറ്റ് കിട്ടും. അത് ചിലപ്പോൾ ചില രാജ്യങ്ങൾ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. കാരണം ഓരോ രാജ്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില രാജ്യങ്ങളിൽ ചിലപ്പോൾ പെട്ടെന്ന് വർക്ക് പെർമിറ്റ് കിട്ടുന്ന രാജ്യങ്ങളുണ്ടാവും. ചില രാജ്യങ്ങളിൽ ചിലപ്പോൾ കുറച്ച് ലേറ്റായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. പിന്നെ വർക്ക് പെർമിറ്റിന് ശേഷമാണ് പിന്നെ VFS വിസ സ്റ്റാമ്പിങ്ങുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ റൊമാനിയയിലായ കാരണം എനിക്ക് ഡൽഹിയിലായിരുന്നു ഒരു ഇൻ്റർവ്യൂ.
3 മാസം കൊണ്ട് വർക്ക് പെർമിറ്റ് എനിക്ക് കിട്ടി. പക്ഷേ ഈ ഡൽഹിയിലുള്ള ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടാനായിട്ട് എനിക്ക് ഒരു 1 ഇയറിൻ്റെ അടുത്തെടുത്തു. 1 ഇയർ എടുത്തിട്ടാണ് എനിക്ക് ആ ഡേറ്റ് കിട്ടിയത്. അപ്പോൾ റൊമാനിയയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും എങ്ങനെ കുറച്ച് ടൈമൊക്കെ എടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ എനിക്കറിയില്ല ഇപ്പോൾ കാര്യങ്ങൾ, റൊമാനിയയിലെ കാര്യങ്ങൾ. പിന്നെ പോളണ്ടിലെ കാര്യമാണെന്നുണ്ടെങ്കിൽ VFS ആണ്. VFS ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, അത് ഇപ്പോൾ ലോട്ടോ പോലെയാണ് VFS എടുക്കുന്നത്. അത് ലക്കിന് കിട്ടും, ചിലപ്പോൾ ലേറ്റായിട്ടൊക്കെ കിട്ടുക. അതങ്ങനെ ഒരു കാര്യം. പിന്നെ ചില രാജ്യങ്ങളിലൊക്കെ പെട്ടെന്ന് VFS കിട്ടുന്ന രാജ്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഏത് രാജ്യത്തെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തനുസരിച്ചിരിക്കും. അത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏത് ഏജൻസീനെ സമീപിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഏജൻസിയോട് ചോദിച്ച് മനസ്സിലാക്കുക. അവർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. പിന്നെ നിങ്ങൾക്ക് ടെൻഷനുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലെ ആ ഇൻ്റർവ്യൂവിന് ശേഷം 2 ആഴ്ചയ്ക്കുള്ളിൽ എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നു. അതുപോലെ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ കയറി ഞാൻ റൊമാനിയ എത്തും ചെയ്തു. ജോലിക്ക് കയറി റൊമാനിയയിൽ വന്നു. അപ്പോൾ നമുക്ക് ആ VFS അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂവിന് ശേഷം പിന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും. നമുക്ക് ആ ഒരു ഡേറ്റ് കിട്ടാനുള്ള ഒരു ടൈം മാത്രമാണ് കുറച്ച് സമയം എടുക്കുള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയ്ക്കാണ് ഒരു ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളുടെ യോഗ്യത എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ യോഗ്യത വെച്ചിട്ടുള്ള ജോലി നിങ്ങൾ ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ ജോലിക്ക് പോകാൻ ഇഷ്ടമില്ലാത്തവർ, വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ജോബ് സീക്കിംഗ് വിസയിൽ വന്ന് ആ ജോലി കണ്ടുപിടിച്ച് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഇതിലേത് മാർഗത്തിൽ കൂടി നിങ്ങൾക്ക് വരാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇപ്പോൾ ഞാൻ റൊമാനിയ എത്തിയിട്ടുള്ള വരെയുള്ള കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം ഞാൻ റൊമാനിയയിൽ നിന്ന് പോളണ്ടിൽ വന്നു. പിന്നെയും കുറേ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് ഒരു വീഡിയോയിൽ പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോസ് കാണുന്നവർക്ക് എന്നും വീഡിയോ കണ്ടിരുന്നാൽ പോരാ. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് ഈ റൊമാനിയയിലേക്ക് എത്താൻ 1 ഇയർ പ്രോസസ്സിങ് എടുത്തു. പക്ഷെ ഒരു ജോലി കണ്ടുപിടിക്കാൻ അതിനേലും ഒരു 1 ഇയർ മുന്നേ ഞാൻ സെർച്ച് ചെയ്തിട്ടാണ് എനിക്ക് ആ ഒരു പ്രോസസ്സിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു 2-2.5 വർഷമൊക്കെ അതിൻ്റെ പിന്നാലെ നടന്നിട്ടാണ് ഇതുപോലെ എല്ലാവരും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ എത്തണത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് പിന്നെ ചെയ്യാന്നുള്ള രീതിക്ക് പോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വരാൻ പറ്റില്ല. അപ്പോൾ താല്പര്യമുള്ളവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഇതിനൊക്കെ വേണ്ടി നന്നായി ട്രൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ നടക്കുള്ളൂ. അതിൻ്റെ പിന്നാലെ നമ്മൾ കുറേ കിടന്ന് നടക്കേണ്ടി വരും. അപ്പോൾ തന്നെ നടക്കുള്ളൂ. അപ്പോൾ ഈ വീഡിയോൻ്റെ ഒക്കെ റിസൾട്ട് നോക്കിയിട്ട് അടുത്ത വീഡിയോ ചെയ്യാം ഞാൻ. അപ്പോൾ ഇനി റൊമാനിയയിൽ നിന്ന് പോളണ്ടിലേക്ക് എത്തിയപ്പോൾ കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം കൂടി ഒരു വീഡിയോയിൽ പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നൊന്നും സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും വെച്ച് ഏതിനെ പോകാൻ പറ്റുമെന്ന്, അതുപോലെ ഏജൻസി കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കി ചെയ്യുക. ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോലെയുള്ളവരുടെ വീഡിയോസ് എല്ലാവരും കാണുന്നത് എങ്ങനെയെങ്കിലും യൂറോപ്പിലെത്താനാണ്. അപ്പം എന്നും വീഡിയോ കണ്ട് ഫോൺ എടുത്ത് വെച്ച് പോയിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെയെങ്കിലും ആ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണം. അത് എങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ കൂടുതൽ വീഡിയോസൊക്കെ കാണാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.